അങ്ങനെ പ്രവീൺ പ്രണവിന്റെ കുടുംബ വഴക്ക് അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് സഹൃദയരെ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ പ്രവീൺ പ്രദീപ് വന്നിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഞാൻ സൈഡിൽ കാണിക്കാം. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വരി കേട്ടാ വിചാരിക്കും വേറെ എന്തോ ജനങ്ങൾ ആരോ എന്തോ ആവശ്യമില്ലാതെ അവരെ ഉപദ്രവിച്ചു എന്നൊക്കെ തോന്നും. സോഷ്യൽ മീഡിയയിൽ നിന്നും ഏതൊരു കരുണയും കിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ എന്തെന്ന് കരുണയെ കിട്ടണത്? സോഷ്യൽ മീഡിയ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് ഉണ്ടാക്കി വെച്ച സുക്കർബർഗ് കണ്ണനെ പോലും ഇവിടെ ആരും വെറുതെ വിടണില്ല. പോട്ട് നമ്മുടെ രാജ്യത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിയമ സംവിധാനം വഴി പോയിട്ട് പോലും പലവർക്കും കനിവും കിട്ടുന്നില്ല, കരുണയും കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്താണ് കിട്ടാനുള്ളത്? കിട്ടണവനെ വലിച്ചു കയറി ഒട്ടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ചു വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. എടീ, ഈ നിലവിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരാണ് ഒരു പ്രശ്നം പറഞ്ഞത്. അതിനി വേറെ എന്താണ്, വേറെ ആരാണ് വളച്ചൊടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇവര് പറഞ്ഞ പ്രശ്നങ്ങളാ, അല്ലെ ഇവരെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങൾ ഇവര് തന്നെ നാട്ടുകാരെടുത്ത് പറഞ്ഞത്, അത് നാട്ടുകാർ അതിനെടുത്ത് വെച്ച് പ്രതികരിക്കണം, അതിന് കമന്റ്സ് ഇടുന്നു, അത്രയേ ഉള്ളൂ. മനസ്സിലായി? ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടിരുന്നു. എന്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, അത് മറ്റേ പ്രസവവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. പക്ഷെ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും അതിലും ക്രൂഷ്യലാണ്. ഇതിന്റെ പേരിൽ എന്റെ ഫാമിലി ലോസ് സംഭവിച്ചാൽ അതിന്റെ നഷ്ടവും എനിക്ക് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നത്. ഇതെല്ലാം ഇവരല്ലേടെ പറഞ്ഞു വരുന്നത്. ആരെങ്കിലും പറഞ്ഞാടെ ഇവരെ വീട്ടിൽ ചെന്നിട്ട് ആൾക്കാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്ന? ഇവര് തന്നെ പരസ്പരം ഒരുത്തൻ വീഡിയോ ചെയ്യാൻ പറയാണ്. ഇപ്പം സബ്സ്ക്രൈബേഴ്സ് കുറെ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ പ്രൈവറ്റ് ആശുപത്രിയിൽ ആക്കിയില്ല എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം കൊടുത്തിട്ട് പോവുക. അല്ലെങ്കിൽ അച്ഛനും അമ്മയും കാണാനില്ലെന്ന്, അച്ഛനും അമ്മ ഇത്തിരി തിരക്കിലാണ് അതുകൊണ്ട് വീഡിയോ വന്നില്ല, തീർന്ന പ്രശ്നം. ഇത് പുള്ളി തന്നെ വന്നിരുന്നിട്ട് അച്ഛനും അമ്മയും പ്രശ്നത്തിലാണ്, അല്ലെ അച്ഛനും അമ്മയായിട്ട് നമ്മൾ പ്രശ്നത്തിലാണ്, ഫാമിലിയിലൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പുള്ളി തന്നെ പറയുന്നു. പുള്ളിയുടെ വീട്ടുകാർ തന്നെ വന്നിരുന്നു അതിനെതിരായിട്ടൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നു. പിന്നെ അതിനെതിരെ ഇവർ വേറൊരു വീഡിയോ ഇടുന്നു. എന്നിട്ട് ഇവർ തന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം കൂടിയിട്ട് ഇപ്പൊ കുറച്ചൊക്കെ ജനങ്ങൾ, നിങ്ങൾ സബ്സ്ക്രൈബർ മനസ്സിലാക്കണം. പിന്നെ ഈ ഇവരൊരു ജെന്യൂനിറ്റി ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തോന്നുന്നത്. അപ്പം ഇവരുടെ വീഡിയോസ് ഇനി സബ്സ്ക്രൈബേഴ്സ്, അതായത് ഇത്രയും കാലം സബ്സ്ക്രൈബേഴ്സ് കണ്ടുകൊണ്ടിരുന്ന സന്തോഷമൊക്കെ ഫേക്ക് ആയിരുന്നു. അല്ലെങ്കിൽ ഇവരുടെ സങ്കട സൈഡ്, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് പറയുന്നത് ജെന്യൂനിറ്റി അത്യാവശ്യം നമ്മൾ കാണിക്കണം. ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന അഭിനയിക്കുന്ന ആൾക്കാർക്ക് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അതിന് യൂട്യൂബിൽ പറഞ്ഞ ആൾക്കാരാണ്. നമ്മൾ എന്താണ് അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ സീക്രട്ട് അണ്ണായി ഒരു ഉദാഹരണമായിട്ട്, രഹസ്യ അണ്ണായി ബിഗ് ബോസിൽ പോയ ശേഷം ഉണ്ടായ അദ്ദേഹത്തിന്റെ ഒരു പരിപാടി നമുക്ക് അറിയാമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഭയങ്കര നെഗറ്റീവായി. അത് അദ്ദേഹത്തിന്റെ വീഡിയോ ചെയ്യുന്നതിൽ പോലും ഇമ്പാക്ട് ഉണ്ടാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ ആ ഒരു വ്യൂവേഴ്സ് ഇല്ല, 1,00,000 മേളിലോട്ട് പല വീഡിയോസും പോകുന്നില്ല. മനസ്സിലായില്ലേ? അതിന്റെ കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ ജെന്യൂനിറ്റി നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫാമിലി ബ്ലോഗിൽ ഇവർ കാണിച്ചുകൊണ്ടിരുന്ന സാധനം അല്ലായിരുന്നു. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ആ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. അത് പിന്നെ വന്നിട്ട് ഇല്ല അത് നമ്മൾ കാണിക്കാത്തതാണ്, മനഃപൂർവ്വം കാണിക്കാത്തതാണെന്നൊക്കെ പറയുമ്പോൾ അത് ആൾക്കാർ ഇനി കാണാനിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അത് എങ്ങനെ എടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ടേ. എന്തായാലും ഇത് ഈ പ്രശ്നം ഇവിടെ നിന്ന് തീരുമെന്ന് തോന്നണില്ല. 2 പെണ്ണുങ്ങളൊക്കെ വന്നിരുന്ന് എന്തൊക്കെ കുത്തിപ്പൊക്കുന്നുണ്ടായിരുന്നു. അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പൊക്കളഞ്ഞു. അതായത് കൊച്ചുവിനെതിരെ ഒരു വീഡിയോ വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അത് ഡിലീറ്റ് ചെയ്തിട്ട് പോയായിരുന്നു. അവരുടെ ഫ്രണ്ട്സൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ ചിലപ്പോൾ ഇനി ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. ഇത് ഇപ്പോഴൊന്നും അവസാനിക്കില്ല. ഇതൊരു ഒരാഴ്ചയും കൂടെ ഇങ്ങനെ ലൈവിൽ നിൽക്കും. മനസ്സിലായി? പക്ഷെ അവർക്ക് കിട്ടിയൊരു റീച്ച് ഉണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഇതൊരു നാടകമേ ഉലകമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, അവർക്ക് കിട്ടിയൊരു റീച്ച് ഉണ്ട്. ആ റീച്ച് ഒരു വല്ലാത്ത റീച്ചാണ്. നമ്മളെയൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടായ തൊട്ടടുത്തുള്ള അയൽവക്കക്കാർ 2-3 വീഡിയോ മാത്രമേ അറിയാവുള്ളൂ. ചിലപ്പോൾ ഇത് കേരളം മുഴുവനും ഒരു കുടുംബത്തിനെ കുറിച്ചുള്ള പ്രശ്നം അറിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാർ ഒരു 100 പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ട് ചെയ്യുക.